അപ്പല്ലേ എപ്പോഴും എനിക്കിങ്ങനെ ഓരോരോ സർപ്രൈസൊക്കെ ആയിട്ടാണ് ആശയ്ക്ക് വരൽ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഞാനൊരു സർപ്രൈസ് കൊടുത്താലും ബർത്ത്ഡേക്കൊക്കെ ഓരോരോ ചെയ്യലുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യവും അറിയാം ബർത്ത്ഡേക്ക് ചെയ്യുമ്പോൾ ഞാനൊരു കൊടുക്കുന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഇരിക്കും. വാന്ന് പറയുമ്പോൾ മാറ്റിയൊക്കെ വരും. എനിക്കറിയാം തന്നാളിന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പോൾ ഞാൻ പെരുന്നാളിന് കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെരുന്നാളിന് ഇത് എത്തിയില്ല. അതായത് ഞാൻ ഓർഡർ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്നാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് സർപ്രൈസ് ഇപ്പം എങ്ങനെ ഉണ്ടാവും, എക്സ്പ്രഷൻ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ എന്തൊക്കെ നോക്കാം. അതായത് എപ്പോഴും നമുക്കിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പം ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കലുണ്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന്. ചിലപ്പോൾ ഓരോന്ന് കഴിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ചായി ഞാനൊന്നും സർപ്രൈസ് ഇട്ടൊന്നും കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിപ്പോൾ ഞാൻ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് കിട്ടിയും. പെരുന്നാളിൻ്റെ ഒക്കെ ആയിട്ട് ഡിലേ ഒക്കെ ആയതേക്കും. അപ്പം എന്തായിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. സർപ്രൈസ്! ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അപ്പൊ എത്ര ഡേറ്റ് എന്ന് പോലും നിങ്ങൾക്ക് അറിയൂല. ഇങ്ങോട്ട് ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറയും. ആലോചിച്ചോക്കെ. ഓ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ മാർച്ച് 25, 26 26ആയോ? മാർച്ച് 25അല്ലേ? 26ആയി. ഒരു ഓർമ്മയില്ല ആശിക്കാക്ക്. അത് വീഡിയോ കട്ടാക്കിട്ട് എന്തായിട്ട് ഇതാക്കാം. സാധനം എന്തിനാണ് ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? എന്തിനാ അങ്ങനൊക്കെ ചോദിക്കുന്നേ? നിങ്ങക്ക് ഇഷ്ടായോ? അത്രേ ഉള്ളൂ. അതാണ് എന്റെ മെയിൻ പ്രശ്നം. സൈസ് പറ്റുമോ? സീരിയസ്ലി ലൈറ്റ് ഓഫ് ആക്കുന്നോ? ഇറ്റ്സ് നൈസ് ഓർ കറക്റ്റ്? ആ ബെഡ്ഷീറ്റ് എല്ലാം താഴെ ഇട്ടിക്കണം. കറക്റ്റാ? ഇന്ന് രണ്ടും ഇട്ടൊക്കെ എന്നിട്ട് നടന്ന് കാണിച്ച. എന്തൊക്കെയാ ക്ലൂ വരും? എന്റെ ബർത്ത്ഡേ അല്ലല്ലോ. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ? പഠിച്ച ഗൈസ്, ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്റെ സന്തോഷമൊക്കെ ഒപ്പം ദുഃഖത്തിലാവല്ലോ. എനിക്കതാ ടെൻഷൻ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴേക്കും? ഫസ്റ്റ് മീറ്റ് ചെയ്ത് മാർച്ചൊന്നുമില്ല. പോ അങ്ങോട്ട്. ഇന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്ത് മാർച്ചല്ല? അങ്ങനെ മാർച്ചില് നമ്മള് ആഗസ്റ്റ് ആയിട്ടല്ലേ മീറ്റ് ചെയ്ത്? ആ സമയത്താണ് മീറ്റ് ചെയ്തത്. ഓഗസ്റ്റിലാ? ആഗസ്റ്റ് അല്ല. അടുക്ക് നോക്കട്ടെ. ഇഷ്ടായോ? ഇഷ്ടായി. പക്ഷെ ഞാൻ മാർച്ചിലാണ് എപ്പോഴും ആലോചിച്ചിരിക്കുന്നത്. അതൊന്നുമില്ല. എനിക്ക് എന്താ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ പറ്റില്ലേ? യെസ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്. ഐ ആം എക്സൈറ്റഡ്. എന്തിന്? എന്ത് എക്സൈറ്റഡ്? എന്നാലൊരു നിമിഷങ്ങൾ അതൊക്കെ വിശ്വസിച്ചില്ലേ? രാത്രി ക്ലീൻ ചെയ്യാൻ വരുന്നത്. വെറുതെ ചുമ്മാ. സീരിയസ്ലി. കാരണം നമ്മളെ വെഡിങ് ആനിവേഴ്സറി അല്ല ഗൈസ്. എന്റെ ബർത്ത്ഡേ മെയിലാ, നമ്മളെ ബർത്ത്ഡേ മാർച്ചിലാ. നമ്മളെ നിക്കാ ആനിവേഴ്സറി കഴിഞ്ഞ്
പിന്നെ നമ്മള് കണ്ടുമുട്ടിയൊക്കെ ആകർഷിച്ച എന്തായിട്ട് ബർത്ത്ഡേക്കെല്ലാം നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ കണ്ടുപിടിക്കും. ഇതാവുമ്പോ അങ്ങനെ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് കഴിഞ്ഞിട്ടോ. ഹായ് ഗായ്സ്, അപ്പൊ ശരിക്കും പറഞ്ഞ ഞെട്ടിക്കാച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ വെറുതെ തന്നില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ ഈ ദിവസം. ഇല്ലല്ലോ, ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വാങ്ങിച്ചാലോ. ശരിക്കും ഞാൻ എൻ്റെ ബർത്ത്ഡേ മെയ് 16 വരുന്നത്. പിന്നെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ്, നമ്മളെ നിക്കാഹ് ആനിവേഴ്സറി കഴിഞ്ഞ്, നമ്മളെ ഇവിടെ ബർത്ത്ഡേ കഴിഞ്ഞ്, നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആഗസ്റ്റിലാണ് നമ്മളെ കണ്ടുമുട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു തരത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇതേമാതിരി എല്ലാ സർപ്രൈസ് കിട്ടിയാണ്. അപ്പൊ ശരിക്കും ഞാൻ ഷോക്കായി. പിന്നെ ഇവള് എന്തോ ഒന്ന് നമ്മൾ ദിവസം ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ മറന്നുപോയി എന്താണ് ആ ദിവസം. അപ്പൊ കണ്ടോ പാവാണ്, കണ്ടോ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തന്നതിൽ ഐ ആം വെരി ഹാപ്പി. താങ്ക് യു. ഇനി ഇതേമാതിരി സർപ്രൈസ് മാസങ്ങളിൽ ദിവസങ്ങളിൽ പിന്നെ വിചാരിച്ചിരുന്നോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വിചാരിച്ചിരുന്നോ ഇവിടുന്ന് വെച്ചത് അതൊക്കെ ഉണ്ടാക്കെ പിന്നെ പറഞ്ഞുതരാം. ഇനി എന്നാലും ഇവിടെ നിന്ന് കൊണ്ട് ഇതെങ്ങനെ പ്ലാൻ ചെയ്ത് വാങ്ങിച്ചു ഞാൻ അറിയിക്കുന്നത്. ഇവിടെ നിന്നോണ്ടല്ലാണ്ട് എനിക്ക് അവിടെ നിന്നോണ്ട് പറ്റുമോ? അവിടെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കൂല 24 മണിക്കൂർ. പുറത്തൊന്നും പോയില്ല, അതാണ് ആലോചിക്കുന്നത്. ഇതിൽ വാങ്ങിച്ചാ മിൻട്രയിൽ വാങ്ങിച്ചാ ഭയങ്കര സന്തോഷമാണ് ബൈഗസ്. ഞാൻ ശരിക്കും പറഞ്ഞ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല തീരെ. കാരണം ബർത്ത്ഡേ ഒക്കെ ഇവിടെ തരില്ല, അല്ല ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ തരില്ല എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിലുണ്ടാകും എല്ലാ കൊല്ലം തരുന്നില്ല എന്തെങ്കിലും സാധനം. അല്ലെ പക്കുണ്ടോ ഞാൻ ദിനം സീരിയസ്ലി പറയും. ഈ പക്ഷെ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അത്. അപ്പൊ എന്തായാലും അത്ര ഉള്ളല്ലേ. ഒരു കാര്യം പറയണ്ടേ, ഇന്നലെ എനിക്ക് എന്നെ പറയാൻ പറ്റിയില്ല. ഐ ആം വെരി ഹാപ്പി വിത്ത് ദ ഗിഫ്റ്റ്. താങ്ക് യു. അപ്പൊ ഞാൻ ഇന്നലെ എക്സ്പെക്ട് ചെയ്യാണ്ട് നമ്മളെ കൊണ്ടാടി അമ്മ ഗിഫ്റ്റ് തന്ന്. അപ്പൊ ഇന്നലത്തെ എക്സൈറ്റ്മെന്റ് ഇതിലൊക്കെ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ഞാൻ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് എനിക്ക് തന്നത്. ഇനി തരില്ല. ഈ താങ്ക് യു ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഞാൻ പിന്നെ പറയാണ്ട് ഞാൻ ഇന്നലെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറയാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, ശരിക്കും എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട് തന്നപ്പോ ഭയങ്കര സന്തോഷമായി. നമുക്ക് ചെറിയ ഗിഫ്റ്റ് ആയാലും വലിയ ഗിഫ്റ്റ് ആയാലും നമ്മള് ബർത്ത്ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ എന്തായാലും ഇവിടെ തരുന്ന എനിക്ക് ഉറപ്പാ. അങ്ങനൊക്കെ ആള് പറയും. പക്ഷെ എന്താ പറയാ, ആ ബർത്ത്ഡേ വരുന്ന സമയത്തൊക്കെ തരാണ്ടിരിക്കാൻ പറ്റുക. അതാണ് നമ്മളെ കൊണ്ടാട്ടി. ഡ്രസ്സ് വാങ്ങിച്ചെടുക്ക്. നമ്മളെ എന്താ പറയാ, പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനി ഫുള്ള് ഈദാണ്. അല്ല സോറി വെഡിങ് ആണ്. അപ്പൊ എന്താ പറയുക, ഇനി ഫുള്ള് വെഡിങ് സീസൺ ആണ് വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വെഡിങ്ങിന് വേണ്ടിട്ട് ഇങ്ങനെ മാരക കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പേജ്. കണ്ടോ ഇത് കണ്ടില്ല, അതെ നമ്മളെന്താ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ കലക്ഷൻസ് ഇങ്ങനെ ഇറക്കി തുടങ്ങുകയാണ്. അപ്പൊ എന്താ പറയാ നമ്മളെ പേജിൽ ചെക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ആരും ഡിലേ ഒന്നും ആക്കണ്ടല്ലേ, പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക. അപ്പൊ എന്താ പറയാ എല്ലോ 3 പീസ് ആയാലും ഗൗൺ എല്ലാ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. എത്നിക് വേസ് എല്ലാം ഉണ്ട് അല്ലേ, എല്ലാം കൊണ്ടുവരും. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. താങ്ക് യു. ബൈ. ഇനിയും തരാൻ വേണ്ടിട്ട് കേട്ടോ. ബൈ. ബൈ.